ഹലോ എല്ലാവർക്കും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ലാസ്റ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ച് നമ്മൾ വേറെ റൂട്ടൊക്കെ പോയിട്ട് വേറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ യശു? നാളെ മോർണിംഗ് വി ആർ ലീവിങ് ട്രിവാൻഡ്രം. സോ ടുഡേ ഈസ് ഒഫീഷ്യലി ദ ലാസ്റ്റ് ഡേ ഇൻ ട്രിവാൻഡ്രം അല്ലേ? നമ്മൾ ആക്ച്വലി ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ഡേ കൂടെ നമ്മൾ പോസ്റ്റ്പോൺ ആക്കിയതാണ് ജസ്റ്റ് ഫോർ കണ്ണു. കാരണം കണ്ണൂന് സൂ മ്യൂസിയം കാണും. സൂ കാണണം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡേ വിശേഷങ്ങളായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അല്ലേ കണ്ണു? ഒരു മിനിറ്റ് ഇരിക്കാൻ. കൺമണി എല്ലാവർക്കും ഒരു ഹലോ പറയൂ. എല്ലാവർക്കും സുഖമാണോ ചോദിക്കുക. ഹൗ ആർ യു? എല്ലാവർക്കും സുഖമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അശ്വിൻ രാവിലെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയും കൺമണിനെയും വിറ്റിട്ട് ഞങ്ങൾ പോവാത്തതാണ്, വിളിച്ചു. പക്ഷേ പോയിട്ട് വെറുതെ അവിടെ ഇരിക്കേണ്ട വെച്ച് ഞങ്ങൾ പോയില്ല കേട്ടോ. അവൻ നേരെ ഇന്നും ഹോട്ടൽ ഗുഡ് മോർണിംഗ് വരെ പോയി. എന്താ കഴിച്ചത്? പൊറോട്ടയാണോ കഴിച്ചത്? ഒരു ഇടിയപ്പം. ഓക്കെ, പൊറോട്ടയും ഇടിയപ്പും പോത്തും. ഫ്രൈ ആണോ റോസ്റ്റ് ആണോ? കറി. മീൻസ് റോസ്റ്റ്. പോത്ത് റോസ്റ്റും കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ പുട്ടും. അപ്പോൾ അത്രയും സമയം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ വെറുതെ അവിടെ വരെ പോയി. ഞങ്ങൾക്ക് അവിടെ ഫുഡില്ല. നമ്മൾ വിചാരിച്ചു വെറുതെ അവിടെ പോകണ്ടേ, നമ്മൾ റൂമിലിരിക്കും. I think something different is there in black tea. What they make, especially what I had in other place. So tasty. They add little ginger in that. Okay. Ginger because. And any spices? No, nothing. Just mint and ginger. Ginger is good for like digestion. Digestion. Because it red meat, right? അപ്പം അങ്ങനെ ഫുഡൊക്കെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. കൺമണി ഞാനും ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കാം, എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്. അപ്പം നമ്മളങ്ങനെ ഇപ്പം സമയം 9:45. നമ്മളങ്ങനെ ഇറങ്ങി നേരെ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയം കഴിഞ്ഞിട്ട് ലഞ്ച് കഴിച്ച് നമ്മൾ സൂവിൽ പോകാമെന്ന് വിചാരിക്കണം അല്ലേ കണ്ണു? അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ നമ്മൾ എൻഗേജ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈവനിങ് നമ്മൾ ഈവനിങ് നമ്മൾ 6 മണിക്കുള്ള സിറ്റി റൈഡും ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ സിറ്റി റൈഡിൻ്റെ എനിക്കൊരു ഷോർട്സ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, യെസ്. അപ്പം നമ്മൾ ഇത്രയും ദിവസം നമുക്ക് കിട്ടിയ റൈഡൊക്കെ 8 മണിയുടെ റൈഡാണ്. അപ്പോൾ ഈ 8 മണിയുടെ റൈഡിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡാർക്കാണേ. അപ്പോൾ എനിക്ക് ആ ഒരു 6 o'clock റൈഡ് കിട്ടണമെന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങളത് ബുക്ക് ചെയ്തു. അങ്ങനെ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അത് കഴിയുമ്പോഴേക്കും 8 മണി കഴിയും. 8 മണി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും അശോ ഡിന്നർ കഴിക്കാൻ പങ്കായം പോകണോ? അപ്പോൾ അശ്വിനെ ഇന്ന് ഡിന്നർ പങ്കായത്തിൽ കഴിക്കണം എന്നൊരാഗ്രഹം. അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കിട്ടും ഞങ്ങളുടെ. പിന്നെ ഈവനിങ് നമുക്ക് ടീയിലോ പോയിട്ടൊരു ടീ കുടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുള്ളി പാക്ഡാണ്. നമുക്ക് നോക്കാം, കാരണം ഇന്നൊരു ദിവസമേ ഉള്ളൂ നമുക്ക് ഇന്നിവിടെ. നാളെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോവാണ്. പ്ലസ് നമ്മൾ നാളെ രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അശ്വിൻ പറയുന്ന അശ്വിന് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ വരുള്ളൂ. ആണോ? നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ഇറങ്ങുള്ളൂ. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം കരമന റൂട്ടാണ്, അതായത് ആ സൈഡാണ്, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, അങ്ങനെ 7 o'clock പില്ലി അത് ഓപ്പൺ ആകത്തല്ല. 7 o'clock നീനെ ഫസ്റ്റ് കസ്റ്റമർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് കണ്ട് പോവാം. എത്ര ദൂരം ഉണ്ടായിരുന്നു അശു? 2 kilometers ആണോ? ഓക്കെ, 2 kilometer കേട്ടോ. പട്ടത്തുനിന്ന് മ്യൂസിയം 2 kilometer. നമുക്ക് അകത്ത് പാർക്കിംഗ് ഉണ്ട്. 150 രൂപ അല്ലേ അശു? 150 രൂപ തരും. അപ്പം നമ്മളിപ്പം പാർക്കിങ്ങിൻ്റെ ഫീസൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോവാണ്. പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചധികം നടക്കാനുണ്ട്, എല്ലാം നടന്ന് കാണാം. അശു, let's go.
ഇത് ശ്രീ ചിത്ര ആർട്ട് ഗാലറി. ഇത് മ്യൂസിയം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അവിടെ ഐസ്ക്രീം ഷോപ്പ് ഇസ് ക്ലോസ്ഡ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ, ക്ലോക്ക് റൂം ഒക്കെ ഉണ്ട്. കാട്ടുപോത്ത് അവിടെ കാണുന്നുണ്ടോ? പിന്നെ കാട്ടുപോത്തു. അശോ, ഈ മരം ഇതല്ല, ദിസ് ട്രീ, ദാറ്റ്സ് പനച്ചി. ಏನದು ವಾಟ್ ಇಸ್ ಸ್ಪೆಷಾಲಿಟಿ? ಮೆಡಿಸಿನ್, ಆಯುರ್ವೇದಿಕ್ ಮೆಡಿಸಿನ್. ಸೌತ್ ಈಸ್ಟ್ ಏಷ್ಯಾದಲ್ಲಿ ಕಾಣೋದು ಪನಚ್ಚಿ. ಓಕೆ. ಇದು ಬಂಗಾಳ ಕುರಂಗು. വലിയ ചിക്കൻ കണ്ടോ, വലിയ ചിക്കനെ കണ്ടോ? ഇത് സൺ കുഞ്ഞു. ഗ്രീൻ കളർ, ഇത് ഗ്രീൻ അല്ല, ഇത് ഗ്രീൻ കളർ. ഇറ്റ്സ് എ നോർമൽ പാരറ്റ്. Oh, it's a very big one, right? Oh, very dangerous. Pot-bellied eagle. Eagle owl. Serious. Oh, it's very serious and it's very old, it looks. അത് നിറയെ ഡിഫറെൻറ്റ് ടൈപ്സുള്ള അലശോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ എത്ര നീറ്റായിട്ട് അവർ അതിനെ കെട്ടി വെച്ചിട്ട് നോക്കി, മെഷാക്കിയിട്ട് അകത്തൊരു പോണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അശോ, അത് സ്ലോത്ത് ബേർ, പന്നിക്കരടി അല്ല തേൻ കരടി, രണ്ടെണ്ണം ഉണ്ടല്ലേ? Two, mostly boyfriend and girlfriend ಇರಬೇಕು. ಬಾ, നമുക്ക് സ്ട്രൈറ്റ് നോക്കാം. വെള്ളം വരുന്നുണ്ടല്ലേ? ആ വെള്ളത്തില് വെള്ളം താഴോട്ട് പോകുന്നു. താഴെ വലിയ പോണ്ട് കണ്ടോ? അതാ വെള്ളം പോകുന്നത് താഴേക്ക്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഗിർ വനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സിംഹത്തിനാണ് കേട്ടോ. ಅಶು ಇದರಿಂದ ಲೈಫ್ ಸ್ಪ್ಯಾನ್ ಎಷ್ಟು ಗೊತ್ತಾ? 30 ಇಯರ್ಸ್ ಮ್ಯಾಕ್ಸಿಮಮ್, 18 to 30 ಇಯರ್ಸ್ ಅಷ್ಟೇ. ಓಕೆ. ಬಟ್ ಇದೊಂದು ಭಾರ ಬಂದು ಲೈಕ್ 126 to 273 kgs. ಓಕೆ, ಡೀಟೇಲ್ಸ್ ಅಲ್ಲಿ ಬರ್ದಿದ್ದಾರೆ. ಬಟ್ ಲುಕ್ ಸೋ ವೀಕ್ ಅಲ್ಲೇ? അത്ര വീക്ക് അല്ല. But comparatively it's weak. കണ്ടോ, നിനക്ക് ലൈനെ കാണുന്നുണ്ടോ? നോക്ക്. ഓ, ലൈൻ നോക്ക്. Stretching. കാശി ഉറങ്ങി എഴുന്നേറ്റ് കാണുന്നുണ്ടോ? കിങ് ലയൺ. യെസ്, ലയൺ. Yes. ലയൺ ആരാ? 1.4 to 5 tons. Wow. Kanu is very happy today. Very, very, very happy. ആ ഹിപ്പോട് അവിടെ അപ്പൊ ഒന്നും ചെയ്തില്ല. ಅಶೋ, ಅವ್ರಿಗೆ ಪರಿಚಯ ಅಂತಲ್ಲ, ಹಿಪ್ಪೋ ಹತ್ರನೂ ಹೋಗ್ತಾರಂತ, ಏನೇನು ಮಾಡ್ತಾರೆ. ನಾವಾದ್ರೆ ನಮ್ಮನ್ನ ಸಾಯ್ಬಿಡಿತ್ತು. ഇത് ഇടിച്ചു കൊല്ലും വെച്ചു, കുത്തിക്കൊണ്ട്. പുതിയതായിട്ടൊക്കെ ആരെങ്കിലൊക്കെ ജോബിൽ വർക്കിംഗ് വരുന്നു.
Black buck. ഇത് rare species ആ? Rare species alla. This is also like it comes under Indian Wildlife Protection Act. This if someone hunts this, he has to be, of course, imprisoned. So, കാട്ടുപോത്ത് 30 years lifespan in Russia. How big are they? Oh, wow. Ashio, 1,500 kilograms in the one weight. Look at the muzzles. They look. And okay, deer look, why not? Extra deers are okay. You can't count. One dog. Come. Tiger alla mane adu. Puli. Baby alle. Tiger alle puliya. Rendu puliya. Kon beta ni kon baap bahar ala hai. Oh, tiger is giving pose. Ashwin एक pose कर दिया tiger. Hey tiger. Swati, oh, it's so weak, Swati. Look at this, so weak. She's sick. Even cheetah and tiger also. ഇതിനകത്ത് ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ഇത് ബട്ടർഫ്ലൈ പാർക്കാണ്. കണ്ണിന് നടക്കാൻ വയ്യ, കണ്ണു ടയേർഡാന്ന് പറഞ്ഞിട്ട് അശ്വിനെ കൊണ്ട് എടുപ്പിച്ചു. ഇവിടെ ഒരു മയിൽ ഇതാ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പാമ്പിനെ കാണാൻ പോയില്ല കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് രാത്രി സ്വപ്നത്തിലൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അശ്വിൻ പറഞ്ഞു അത് നിന്നെ വന്ന് കടിക്കത്തില്ലല്ലോ, വാ അത് കാണാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അകത്ത് പോകാനൊരു പേടി, അതുകൊണ്ട് ഞാൻ പോയില്ല. അവരുണ്ടാളും പോയി. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സും ട്രീസും ഒക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അതിനെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നന്നായിട്ട് എല്ലാവരും തൂത്തുവാരി ക്ലീൻ ചെയ്ത് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ അണ്ടറിലാണ് ഈ സൂവും മ്യൂസിയം ഒക്കെ ഇപ്പോൾ ഉള്ളത്. അവരാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഞാൻ ഇത്രയും നന്നായിട്ട് പീലി വിടർത്തി നിൽക്കുന്ന ഒരു മയിലിനെ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു മെഷ് ഉണ്ടായതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് അതിനകത്ത് വേറൊരു മയിലുണ്ട് കേട്ടോ. ഇവിടെ ഇതുപോലൊരു ചെറിയൊരു ഫുഡ് കഴിക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട് കേട്ടോ. അതിനകത്ത് കോഫി, ടീ, സാൻഡ്വിച്ച്, കട്ട്ലേറ്റ് അതൊക്കെ ഉണ്ട്. പിന്നെ ജ്യൂസും ഐസ്ക്രീമും അതുപോലെയൊക്കെ. നമ്മളൊരു കട്ട്ലേറ്റും ഒരു ചായയും പറഞ്ഞു. ഇവിടുന്ന് നടന്ന് ആകെ ടയേർഡായി, കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു കട്ട്ലെറ്റും ടീയും കഴിക്കാമെന്ന്. എന്നിട്ട് ഇനി മ്യൂസിയം കാണാൻ പോകാൻ. മ്യൂസിയം സൂം നമുക്കൊരു ഹാഫ് ഡേ മതി കേട്ടോ ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊരു ഫുൾ ഡേ വേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഫുൾ ഡേ ഒന്നും വേണ്ടി വന്നില്ല. ഞങ്ങൾക്കൊരു ഹാഫ് ഡേയിൽ തന്നെ നമ്മൾ രണ്ടും കവർ ചെയ്തിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മുടെ മ്യൂസിയത്തിന് വേറൊരു പേരുണ്ട്, നാപ്പിയർ മ്യൂസിയം. അത് അന്നത്തെ ഗവർണറിൻ്റെ പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്, നാപ്പിയർ. അന്നത്തെ ഗവർണറിൻ്റെ പേരാണ് ഫ്രാൻസിസ് നാപ്പിയർ എന്നുള്ളത്. 1857 ഉത്രം തിരുനാളാണ് കേട്ടോ ഇത് കെട്ടിയത് ആദ്യമായിട്ട്. ഇതിൻ്റെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ചെയ്തത് അദ്ദേഹമാണ്, ഉത്രം തിരുനാൾ 1857. പക്ഷെ പിന്നീട് ആയില്യം തിരുനാൾ ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്തു. ഇതിനെ മൊത്തത്തിൽ ഡിമോളിഷ് ചെയ്തിട്ട് 1874 റീകൺസ്ട്രക്ഷൻ നടന്നത് കേട്ടോ. അതിൻ്റെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 1874. അത് ചെയ്തത് ആയില്യം തിരുനാൾ മഹാരാജാവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം, ഒത്തിരി സമയമൊന്നും വേണ്ട അല്ലേ ഇത് മ്യൂസിയം കുറച്ചേ ഉള്ളൂ. Because nothing is there, only all the old sculptures, monuments
അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ അനന്തശയനത്തിന്റെ ഒരു അതായത് ദേവൃത്ത്. And you don't feel that much interesting to sit stand there and watch. കാരണം ഭയങ്കര റഷ് ഉണ്ടായിരുന്നു ഇപ്പൊ സ്കൂൾ ടൂറും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മളിപ്പം വേറെ പത്മനാഭപുരം പാലസിലൊക്കെ പോയപ്പം മ്യൂസിയം ഒക്കെ കണ്ടതല്ലേ, അതൊക്കെ പോലെ തന്നെ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കെറ്റിലും അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ അവിടെ കാണുന്നത്. പിന്നെ ദൈവത്തിൻ്റെയും അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ ഒരു ഗുരുവായൂർ ടെമ്പിളിൻ്റെ ഒരു വലിയൊരു മോഡലോടെ ആക്കി വെച്ചിട്ടുണ്ട് മരത്തിൽ. അതൊക്കെയാണ് നാപ്പിയർ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ സൂ ആണെങ്കിൽ സൂ ഒത്തിരി നടക്കാനുണ്ടല്ലേ യശു? ತುಂಬ ನಡಿಯೋಕ್ಕಿದೆಯಲ್ಲ ಝೂ കുറച്ച് നടന്ന് നമ്മുടെ ഊപ്പാടുള്ള കൂട്ടും. But we don't feel tired because ഫുൾ മരങ്ങൾ completely of shades. ಚೆನ್ನಾಗಿದೆ. പക്ഷെ എനിക്ക് കുറച്ച് ടയേർഡായി. കാരണം എനിക്ക് കാലൊക്കെ വേനിച്ചു കേട്ടോ. കാരണം എനിക്ക് അത്രയൊന്നും നടക്കാൻ എനിക്ക് പേടി യശു. ഐ എം സ്കേർഡ്. അപ്പോൾ ഈ സൂ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ യശു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സൂ ആണ്. 1840-കളിലാണ് ഇതിൻ്റെ ഒരു പ്ലാൻ വന്നത്. ദാറ്റ് വിഷണറി വാസ് ലൈക്ക് ആരുടെ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാതി തിരുനാൾ, എൻ്റെ പേരാ സ്വാതി തിരുനാൾ രാമവർമ്മ. സ്വാതി തിരുനാൾ രാമവർമ്മ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് ഒരുപാട് ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് എലിഫന്റും അല്ലല്ല അവർക്ക് ഉണ്ടായിരുന്നു. ദിസ് വാസ് ഹിസ് വിഷൻ. അവിടെ ഒരു സൂവും ഒരു മ്യൂസിയവും വേണമെന്ന് ആ ഒരു വിഷൻ ഉണ്ടായിരുന്ന ആർക്കാ? സ്വാതി തിരുനാൾ രാമവർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനാണ്. അത് 1840s കേട്ടോ, 1840s. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദർ ഉത്രം തിരുനാൾ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷൻ അദ്ദേഹത്തിൻ്റെ ബ്രദറിനോട് പറഞ്ഞു. ഉത്രം തിരുനാൾ he told to his brother. സോ ഇദ്ദേഹത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഇത് രണ്ടും സൂ മ്യൂസിയം ഒക്കെ കെട്ടിയത്. വിഷൻ ബിക്കോസ് അവർ അಷ್ಟು ആനിമൽസ് ഇತ್ತು ಅವ್ರ ಹತ್ರ. അവരുടെ അടുത്ത് ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു സ്വാതി തിരുനാൾ രാമവർമ്മയുടെ അടുത്ത്. അപ്പോൾ അത് അവരവരുടെ അവരവരുടെ ബ്രദറിനോട് പറഞ്ഞു ഇതിനൊക്കെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൂ മ്യൂസിയം ഒക്കെ ചെയ്യണം. അങ്ങനെയാണ് ഉത്രം തിരുനാൾ അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. 1846 വരെയാണ് സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ഒരു ഭരണകാലഘട്ടം. അപ്പോൾ ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മേൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത്, ഇങ്ങനൊരു സൂ മ്യൂസിയം. അങ്ങനെ ഈ സൂ സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1857. 1846 ಅಲ್ಲಲ್ಲ ಅವರು ತೀರ್ಕೊಂಡ್ರು. ದ ಬ್ರದರ್, ಎಲ್ಡರ್ ಬ್ರದರ್. ಸೊ ದ ಯಂಗರ್ ಬ್ರದರ್ ಎಷ್ಟು ವರ್ಷ ಆದಮೇಲೆ 46 ಮುಗೀತವರು. ಅದಾದಮೇಲೆ 57 ದಿ ಓಪನ್ ಈ ಝೂ ಮ್ಯೂಸಿയം. പിന്നെ ടോട്ടൽ ഈ ഒരു സൂ 55 ഏക്കർ 55 ഏക്കേഴ്സ് ಇದೆ. സൂ 55 ഏക്കേഴ്സിലാണ് ആ സൂ ഉള്ളത്. ഒത്തിരി മരങ്ങളും ഒത്തിരി മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, 3 വെറൈറ്റീസ് ഓഫ് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതും നമ്മുടെ ഒരു സിറ്റിൻ്റെ മിഡിൽ ഓഫ് ദ സിറ്റി അത്രയും വലിയൊരു ഫോറസ്റ്റ്, ഒരു കാടൊക്കെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര വർഷം പഴയ മരങ്ങളാ അല്ലേ. ഹലോ, ഉച്ചയ്ക്ക് ഇന്നൊരു വെജ് സദ്യ കഴിക്കാൻ ആദ്യം വിചാരിച്ചു. പിന്നെ നമ്മൾ സൂവിൽ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിശന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ ഇരുന്നിട്ട് 2 ചട്ടിച്ചോറ് വാങ്ങിച്ച് കഴിച്ചു. ഞാൻ കഴിച്ചു, അശ്വിൻ കുറച്ചേ കഴിച്ചുള്ളൂ. എന്നിട്ട് അശ്വിൻ പറഞ്ഞു നാളെ നമ്മൾ എന്തായാലും രാവിലെ ഇറങ്ങുകയല്ലേ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ അവന് ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ പോകണമെന്ന്. ഞങ്ങളൊരു 2 മണിക്കൂറിൻ്റെ അടുത്ത് റൂമിൽ കൺമണിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഇനിയിപ്പം സമയം 4:15. അപ്പം നേരെ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ പോവാണ്. അവിടെ 7 മണിക്ക് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പം അവിടെ പോയി അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് അവൻ എന്തൊരു പെർഫ്യൂം വാങ്ങിക്കണമേ, നമ്മുടെ ഈ അത്തർ പോലത്തെ സംഭവം. അതെവിടെ വാങ്ങിച്ചു, 2 വാങ്ങിച്ചു. അപ്പോൾ അത് അവന് നല്ലോണം ഇഷ്ടമായി. ഒന്നുകൂടെ വാങ്ങിക്കണം എന്നൊരാഗ്രഹം. അത് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൻ്റെ അടുത്ത് എവിടെ ആണ്, പേരെന്താ അശു? അറേബ്യൻ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് കിഴക്കേക്കോട്ടയുടെ അടുത്ത് എവിടെ ആണ്. അപ്പോൾ അവിടെ അതും വാങ്ങിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു സിറ്റി റൈഡ് വീണ്ടും ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ സിറ്റി റൈഡ് ബുക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 6 മണിക്കത്തെ റൈഡായിരുന്നു ഞാൻ വരുന്നതിന് മുന്നേ ആഗ്രഹിച്ചത്. പക്ഷേ ഈ 6 മണിക്കത്തെ റൈഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും 8 മണിക്കത്തെ റൈഡാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ
അപ്പോൾ 6 മണിക്കത്തെ റൈഡ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്സും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് വീണ്ടും ബുക്ക് ചെയ്തു. സെയിം നമ്മുടെ പ്രകാശ് ചേട്ടനുണ്ട്. അപ്പം ഇന്നലെ ചേട്ടൻ ലീവായിരുന്നു. ഇന്ന് ചേട്ടനോട് ചോദിച്ചിട്ട് ചേട്ടനുള്ള സമയം നോക്കി 6 മണിയുടെ റൈഡാണ് ബുക്ക് ചെയ്തത്. അപ്പം അതിനും പോകണം, കാരണം അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങി. ഇനിയിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. വന്നിട്ട് പാക്ക് ചെയ്ത് നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് ഒരു 5 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സിറ്റി റൈഡും കഴിഞ്ഞിട്ട്. അശ്വ സിറ്റി റൈഡ് ಇವತ್ತಂತೂ ಮುಗೀತು. 3rd റൗണ്ട്. ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ് ലാസ്റ്റ് പറഞ്ഞത്. അവർ റിവ്യൂ ചോദിച്ചപ്പം പണ്ട് ബസ്സിൽ KSRTC ബസ്സിൽ പാട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറി പോവായിരുന്നു. പക്ഷെ ഇപ്പോൾ KSRTC ബസ്സിൽ ഞാൻ ഡാൻസ് ചെയ്യുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കര അമേസിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല. ഞാൻ പ്രകാശ് ചേട്ടൻ്റെ നമ്പർ ഞാനിവിടെ താഴെ ഈ വീഡിയോ തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ചേട്ടനെ വിളിക്കുകയാണെങ്കിൽ ചേട്ടൻ നിങ്ങൾക്ക് ബുക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു മിൽക്ക് ഷേക്ക് കുടിക്കണം. അതായത് കരിക്കിൻ ഷേക്ക് കുടിക്കാൻ വേണ്ടി പോവാണേ. നമ്മളിപ്പം ബുഹാരിയിൽ പോയിട്ട് മിൽക്ക് ഷേക്ക് കുടിക്കാൻ പോവാണ് കേട്ടോ. മിൽക്ക് ഷേക്ക് അല്ല, കരിക്കിൻ ഷേക്ക്. ഒരു മിനിറ്റ് അശു, കരിക്കിൻ ഷേക്ക്. അപ്പം ബുഹാരി ഹോട്ടൽ ഭയങ്കര ഫേമസ് ആണെന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഹൈപ്പ് ഇല്ല കേട്ടോ. ബുഹാരി ഹോട്ടലിൻ്റെ ടേസ്റ്റ് അവർ ഇപ്പോൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ബുഹാരി സ്പെഷ്യൽ ഷേക്കുകൾ നല്ല അടിപൊളിയാണ് അന്ന് കേട്ടു. സനിത്തേട്ടനും പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് കരിക്കിൻ ഷേക്ക് കുടിക്കാൻ പോവാണ്. കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ കറക്റ്റ് റിവ്യൂ പറയാം കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി ഷേക്ക് പറഞ്ഞാൽ എന്തോരം സംഭവമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതറിയുന്നവരുടെ താഴെ കമൻറ്റിൽ പറയണം കേട്ടോ. ബൈ വൺ മോർ. കണ്ണിന് ഇഷ്ടമായോ മോനെ? ഇഷ്ടമായോ? സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. 40 രൂപ 40 രൂപ എഴുതിയിരിക്കുന്നത്. 40 രൂപയ്ക്കാണ് ഇത് വറുത്താണ് കേട്ടോ. ഇത് ഐസ്ക്രീം ഒന്നുമില്ല, ഇത് കരിക്ക് മാത്രമേ ഉള്ളൂ. സൂപ്പർ സൂപ്പർ. ട്രിപ്പ് തീർന്നു പോയി. നാളെ നമ്മൾ ദാമര പോലെ. ഇപ്പം അല്ല, നാളെ. Are you sad? Are you sad? No problem. We'll come again, okay? We'll come after 2-3 months. We'll come again. So where you wanna come? You wanna come to Trivandrum, or you wanna go Kochi? Where you wanna go? Kochi. Kochi. Okay. I want 2 balloons. Yeah. We'll buy 2 balloons now, okay? Ipama. കണ്ണുന് ആ മിൽക്ക് ഷേക്ക് ഇഷ്ടപ്പെട്ടോ? കരിക്കിൻ ഇത് ഇളനീർ ഷേക്ക് ഇഷ്ടപ്പെട്ടില്ല? അത് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം കൺമണി ഒരു ½ കപ്പ് കുടിച്ചു. ചെറിയൊരു ചുമ വരുന്നു. പക്ഷെ 150 50 രൂപയാണ് കേട്ടോ. 50 രൂപയാണ്. അവിടെ 40 എന്നാണ് എഴുതിയിരിക്കുന്നത്. 50 രൂപയായിരുന്നു. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. അത് കുടിക്കുമ്പോൾ നമുക്കതിൽ ഐസ്ക്രീം ഇട്ടതുപോലെ തോന്നും. പക്ഷേ അതിൽ ഐസ്ക്രീം ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഒരു പ്രാവശ്യം കൂടെ കഴിക്കാൻ ഈ വെക്കേഷനിൽ സമയമില്ല. കാരണം ഞങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞു ഇവിടെ. നാളെ ഏർലി മോർണിംഗ് ഞങ്ങൾ ഇന്ന് തിരിക്കുകയാണ്. ഞങ്ങൾക്ക് മധുര മീനാക്ഷി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നാളെ അത് ഡ്രോപ്പ് ചെയ്യാണ്. കാരണം എല്ലായിടത്തും അയ്യപ്പന്മാരുടെ തിരക്കാണ് കേട്ടോ. നമ്മൾ ഭയങ്കര തിരക്ക് അയ്യപ്പന്മാരുടെ. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും അതുപോലെ എല്ലാ അമ്പലങ്ങളിലും അവരുടെ തിരക്കാണ്. അപ്പോൾ നമുക്ക് ദർശനവും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ഈ തവണ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്ലാൻ ചെയ്യും. അല്ലേ കണ്ണു? അല്ലേ? നമുക്ക് സിറ്റി റൈഡൊക്കെ പോകണ്ടേ. അപ്പം നമ്മൾ തിരിച്ചു വരില്ലേ? ട്രിവാൻഡ്രത്ത് വരാം നമുക്ക്. ഓക്കെ, ഇപ്പോഴല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരാം. നാളെ വീട്ടിൽ പോവാം. നാളെ വീട്ടിൽ പോയിട്ട് വീണ്ടും വരാം നമുക്ക്. 1 വീക്ക്, ഒരാഴ്ച കഴിഞ്ഞില്ലേ? 1 വീക്ക് കഴിഞ്ഞു നമ്മൾ വന്നിട്ട്. അപ്പോൾ നമുക്ക് നാളെ വീട്ടിൽ പോയിട്ട് വീണ്ടും നമ്മൾ ട്രിവാൻഡ്രത്ത് വരും. ഓക്കെ. ഇന്ന് സിറ്റി റൈഡിൽ ഡാൻസ് കളിച്ചിട്ടില്ലേ? അങ്കിൾ എടുത്തിട്ട് കൺമണിനെ എടുത്തിട്ട് ഡാൻസ് കളിച്ചിട്ടില്ലേ? ഏത് പാട്ടായിരുന്നു? പിന്നെ ഏതായിരുന്നു? ഇല്ലുമിനാറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ കൺമണിന്റെ ഫേവറേറ്റ് സോങ്. അതേതാ? വേൽമുരുക
Hara. ഹരോഹര. വേലായുധ Hano hana. ഹരോഹര. അതിഷ്ടാണോ? പിന്നെ ഏതായിരുന്നു പാട്ട്? അതൊന്ന് നോക്കിയേ. 2 പാട്ട് പറഞ്ഞു. ഇല്ലുമിനാറ്റി പറഞ്ഞു, പിന്നെ വേലുമുരുക പറഞ്ഞു. വേറെ ഏതാ പാട്ടുണ്ടായിരുന്നേ? ഇത് അഴകിയ ലൈല. അതേതത്? Listen. Listen to it. Pankapul. Hana pula malana. പിന്നെ വേറെ ഏത് പാട്ടുണ്ടായിരുന്നു? ഇതുണ്ടായിരുന്നില്ലേ? അതറിയോ കണ്ണനെ? 14 രാവിന്റെ അതറിയോ? ഇല്ല. അതെന്തായിരുന്നു? അതറിയോ? ഇല്ല. അത്രയൊക്കെ പാട്ട് കൺമണിക്ക് അറിയില്ല കേട്ടോ. ബാക്കിയൊക്കെ അയ്യോ അശു മന്മദറസ് അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതൊന്നും കൺമണിക്ക് അറിയില്ല അല്ലേ കൺമണി? സോറി പറ ചേട്ടൻ. ഇന്ന് നല്ല ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞു. കൺമണിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അല്ലേ കൺമണി? സിറ്റി റൈഡ് കഴിഞ്ഞപ്പോ വിഷമായില്ലേ? സങ്കടായില്ലേ? നെക്സ്റ്റ് ടൈം വന്നാ പോവാട്ടോ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ തിരിച്ച് റൂമിലേക്കാണ്. കാരണം സമയം 8:30 ഇനി അശ്വിന് ലഞ്ച് വേണോ? ബലൂൺ വാങ്ങിക്കാം. ബലൂൺ അവിടെ വാങ്ങിക്കാം. അശ്വിന് ഫുഡ് വേണോ? ഫുള്ളായോ? അശ്വിൻ പങ്കായത്തിൽ കഴിക്കാന്ന് പ്ലാൻ ഉണ്ടായിരുന്നേ. പിന്നെ ഇത് കഴിച്ചപ്പോഴേക്കും പറഞ്ഞു വയറ് നിറഞ്ഞു, ഇന്ന് ഇനി കാര്യമായിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മളിനി റൂമിൽ പോവാണ്. റൂമിൽ പോയിട്ട് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് നമുക്ക് രാവിലെ ഒരു 5 മണിയാകുമ്പോഴേക്കും അല്ലേ 5 o'clock അല്ലേ? എത്ര മണിക്ക് ഇറങ്ങുന്നു? 5. നമ്മളൊരു ഇറങ്ങണം. 5 മണിക്ക് നമ്മൾ ഇറങ്ങുന്നു. അപ്പം 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 4:30 5 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് വണ്ടി വിടാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാൻ. നാളത്തെ റൂട്ട് കൺഫേം ആയിട്ടില്ല. നാളത്തെ പുതിയ റൂട്ടും പുതിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. ഇനിയിപ്പോൾ എൻ്റെ സെയിം റൂട്ട് തന്നെ ആണെങ്കിലും ഞാനൊരു വീഡിയോ ചെയ്യാം. അതിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് പുതുതായി കാണിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ സൂം മ്യൂസിയം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ ട്രിവാൻഡ്രം. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ മാക്സിമം കവർ ചെയ്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ല ഇഷ്യൂ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എല്ലാം നാം നോട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കലയൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കല അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോയി, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോയി, പക്ഷെ അത് ക്രൗഡ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. And if you want to go Varkala, you take one pair of dresses. If you want to play in water. അപ്പൊ നമ്മൾ അതും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇനി നമ്മളൊരു പ്രാവശ്യം വന്നിട്ട് നമ്മൾ വർക്കല സ്റ്റേ ഒക്കെ ചെയ്യുന്നതായിരിക്കും. കാരണം ട്രിവാൻഡ്രം is such a beautiful place. Where we feel like coming again and again and again അല്ല ഷോ, just like കൊച്ചി. ഈവൻ നമുക്ക് കൊച്ചിയും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ദ ഫസ്റ്റ് ഡേ വ്ളോഗിൽ എനിക്കൊരു കമൻറ്റ് വന്നു, കൊച്ചി ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ അടിപൊളിയാണെന്ന്. ഞങ്ങൾ കഴിഞ്ഞ 3 പ്രാവശ്യവും ഞങ്ങൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈം കൊച്ചിയിലായിരുന്നു. കൊച്ചി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ 3 ന്യൂ ഇയർ ഞങ്ങൾ അടുപ്പിച്ച്, അതായത് കൺമണി ജനിച്ചതിന് ശേഷം 3 times നമ്മൾ കൊച്ചിയിലായിരുന്നു ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു ഓൾറെഡി. അപ്പം അത്രയും ക്രൗഡ് ഇല്ലാതെ ഞങ്ങൾക്ക് കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ടൊന്ന് കൊച്ചിനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഡിസംബറിൽ കൊച്ചി അല്ലാതെ ട്രിവാൻഡ്രം പ്ലാൻ ചെയ്യാനുള്ള കാരണം കേട്ടോ. അപ്പം ഇനിയും നമ്മൾ വരുന്നതായിരിക്കും, ട്രിവാൻഡ്രത്ത് വരുന്നതായിരിക്കും, കൊച്ചി പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട്. നമ്മളൊരു 2-3 മാസം ബ്രേക്ക് എടുത്ത് അശ്വിൻ വർക്കിൽ ബിസി ആവും. അത് കഴിയുമ്പോൾ വീണ്ടും അശ്വിനൊരു കുറച്ച് ദിവസം അധികം വർക്ക് ചെയ്യുമ്പം ഹോഗി അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ കുറച്ച് നാൾ വർക്ക് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ പ്ലാൻസും നടക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോയി അശ്വിൻ കുറച്ചധികം വർക്ക് ചെയ്ത് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അശ്വിന് തോന്നും നമുക്കൊരു സ്റ്റേക്കേഷൻ പോവാന്ന്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യും. എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്യൽ. ഇഷ്യൂ ഇഫ് യു ആർ പ്ലാനിങ് സംതിങ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് വിൽ ബി കേരള അല്ലേ? മനസ്സിൽ വരിക കേരള അല്ലേ? നമുക്ക് ഞാൻ ഒരു പ്രാവശ്യം തമിഴ്നാട് എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ തമിഴ്നാട് പോയപ്പോഴും അശ്വിൻ പറയായിരുന്നു കേരളമാണ് തമിഴ്നാട്ടിനേക്കാളും അവന് ഇഷ്ടം എന്ന് അവൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ? I love food.
ഫുഡ് അതാണ് മെയിൻ റീസൺ ഫുഡാണ്. Okay. അവന് ഫുഡ് ഇഷ്ടമാണ്, പ്ലസ് വൃത്തിയുള്ള സ്ഥലങ്ങളല്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ. ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോയപ്പോൾ കുറെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഞാൻ വേറെ സ്റ്റേറ്റിനെ പറയുന്നതല്ല, അതിഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. പക്ഷേ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും But there we don't find any good hotels to eat, and if we eat something we'll get like diarrhea. We'll go within the അതെ, body. ഞങ്ങൾക്കിപ്പം ഞങ്ങൾ ചെന്നൈയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് പല ഫുഡും ഞാൻ മുന്നേ ട്രൈ ചെയ്ത പല ഫുഡുകളും നമുക്ക് അത്രയും ബെസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് അറിയിച്ചു, ഹോട്ടൽ ബിസിനസ്സിൽ ആഫ്റ്റർ കോവിഡ് ഭയങ്കര ഡിഫറൻസ് ആಗಿದೆ എല്ലാ സിറ്റീസിലും. അത് നോട്ട് ഓൺലി ഇൻ തമിഴ്നാടു, എല്ലാ സിറ്റീസിലും ടേസ്റ്റിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് ആഫ്റ്റർ കോവിഡ്. അപ്പം കോവിഡിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിലെ പല ഹോട്ടലിലെ ടേസ്റ്റും മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നാറ്. അപ്പം ഞങ്ങൾക്കുണ്ടല്ലോ ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യും. പക്ഷേ അതൊരു പ്ലാനിങ് സീരിയസ് ആയിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ അതിനെ ഡ്രോപ്പ് ചെയ്യും ബിക്കോസ് ഓഫ് ഫുഡ്. പശുവിനാണെങ്കിലും എനിക്കാണെങ്കിലും ബേസിക്കലി ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡൊക്കെ ആണെങ്കിലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെയും ഞങ്ങൾക്ക് കേരളം അല്ലാതെ വേറൊരു സ്റ്റേറ്റ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടം എന്നുള്ള ഗോവയാണ് അല്ലേ? പക്ഷെ ഗോവയിൽ വെതർ അത്ര ഇഷ്ടമല്ല. പക്ഷേ ഗോവ ഫുഡ് ഈസ് റിയലി ഗുഡ്. നമുക്ക് ഒത്തിരി ഫേവറേറ്റ് സ്പോട്ട്സ് ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ലൈക്ക് കൊങ്കണി ക്യാൻറ്റീൻ അല്ലേ, ഇതിന് ലൈക്ക് ഫ്യൂ വെരി സ്പോട്ട്സ്. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെക്സ്റ്റ് ട്രിപ്പ് നോക്കാം എങ്ങോട്ടാണ്, ദൈവം സഹായിച്ച് നമുക്ക്. And here also like the people, the way some not everybody, every place has good and bad people. Good and bad, but here like most of the majority are like the response good. പിന്നെ അവർ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യും ഔട്ട്സൈഡേഴ്സിന്. ദേ ട്രീറ്റ് റിയലി ഗുഡ്. ഇപ്പം ഇപ്പം എവിടെയാണെങ്കിലും ഇപ്പം നമ്മൾ ഏതൊരു ഓഫീസിൽ അല്ല ഏതൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും എവിടെ പോയി നമ്മൾ എന്ത് അന്വേഷിക്കാൻ പോയാലും നമ്മളോടുള്ള റെസ്പോൺസ് കൂടുതൽ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുള്ളൂ. We are going back to the room. Balloon അശ്വ ബലൂൺ വാങ്ങിക്കണം. Stop somewhere, okay? We'll buy. ബലൂൺ വാങ്ങിക്കാൻ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്ന് വിൽ സീ there like ആ പാളയം that side somewhere. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്നും ഞാൻ പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരും കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഇടുന്ന വീഡിയോസൊക്കെ കണ്ടു നോക്കും. നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കളഞ്ഞിട്ട് പോകാട്ടോ. പിന്നെ എന്തായാലും ലൈക്കും കൂടി ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞില്ല, ഇനിയൊരു തിരിച്ച് നമ്മുടെ റിട്ടേൺ ജേണിയാണ്. നോക്കാം അടുത്ത വീഡിയോ എന്താണെന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എന്താ ഷു please do subscribe, like and share. And please again don't forget to leave a feedback and പറയൂ thank you for us to improve ourselves. Yeah. Thank you so much for watching our video. കണ്ണു പറയൂ, കണ്ണിന് എന്താ പറയുക? കണ്ണു ടയേർഡ് ആയോ? ബലൂൺ വാങ്ങിക്കാം. ഓക്കെ. Oh, she wants balloon. അപ്പോൾ എല്ലാവരും താങ്ക് യു പറയും മോനെ. Thank you. ബൈ ബൈ. Bye-bye.